ജനകീയ പ്രക്ഷേപണത്തിന്റെ 14 സംവത്സരങ്ങൾ. മാറ്റങ്ങൾക്ക് വേണ്ടി സദാ ശബ്ദിച്ച് സമാനതകളില്ലാത്ത സാന്നിധ്യമായി വടക്കൻ കേരളത്തിന്റെ സ്വന്തം റേഡിയോ. റേഡിയോ ജൻവാണി 90.8 FM, മലയാളത്തിന്റെ മധുര തരംഗം. ഇന്ന് മെയ് 22, ലോക ജൈവ വൈവിധ്യ ദിനം. പ്രിയപ്പെട്ട ജൻവാണി ശ്രോതാക്കളെ, FM മോർണിംഗ് എഡിഷനിലൂടെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം പങ്കുവയ്ക്കുന്നു. സ്വാഭാവിക വനസംരക്ഷകനുള്ള ദേശീയ പുരസ്കാര ജേതാവ് VK ശ്രീധരൻ. ജൈവ വൈവിധ്യം ജീവന്റെ തുടിപ്പും താളവും. അതിനാൽ അത് നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ പരമപ്രധാനം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ശുദ്ധവായു, ജലം, ഭക്ഷണം, മരുന്ന് തുടങ്ങിയവയെല്ലാം ലഭ്യമാകുന്നത് വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളിലൂടെ. ജനിതക മുദ്രണത്തിൻ്റെ ഏതെങ്കിലും ഒന്നിന് ഭംഗം വന്നാൽ പ്രപഞ്ചത്തിലേൽക്കുന്ന ആഘാതങ്ങൾ പ്രവചനാതീതം. 1992 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ കരാർ ഉണ്ടായത് ഈയൊരു ബോധ്യത്തിൽ നിന്ന്. മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് നെയ്റോബിയിലെ UN കൺവെൻഷന്റെ ഭാഗമായി. 2026 പ്രമേയം ആഗോള ആഘാതത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നത്. കേന്ദ്ര ജൈവ വൈവിധ്യ നിയമം 2002 ഭേദഗതി ചെയ്യപ്പെട്ടത് 2023. ജൈവ വൈവിധ്യ പരിപാലന സമിതി, അതായത് BMCയെ സൂചിപ്പിക്കുന്നത് ഇതിലെ 7, 3, 37, 41 മുതൽ 47 വരെയുള്ള വകുപ്പുകളിൽ. ജൈവ വൈവിധ്യ പരിരക്ഷ, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, ജൈവ വൈവിധ്യ വിനിയോഗ നേട്ടങ്ങൾ തുല്യമായും നീതിപൂർവമായും പങ്കുവയ്ക്കൽ എന്നിവ ഉറപ്പുവരുത്തുകയാണ് മുഖ്യ ഉത്തരവാദിത്തങ്ങൾ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ചട്ടങ്ങൾ നിലവിൽ വന്നത് 2008. BMCകളുടെ കാലാവധി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടേതുപോലെ 5 വർഷം. അംഗങ്ങൾ 7 മുതൽ 11 വരെ. ത്രിതല പഞ്ചായത്തുകളിലെയും നഗരസഭ കോർപ്പറേഷനുകളിലെയും അധ്യക്ഷന്മാരാണ് ചെയർപേഴ്സൺമാർ. സെക്രട്ടറിമാർ മെമ്പർ സെക്രട്ടറിമാരും. ഏകോപനത്തിന് ഒരു കൺവീനർ. പട്ടികജാതി പട്ടികവർഗക്കാർ, പരമ്പരാഗത അറിവുടമകൾ, മത്സ്യബന്ധന തൊഴിലാളികൾ, ജൈവ വൈവിധ്യ ഉപയോക്താക്കളുടെ പ്രതിനിധികൾ, തടിയേതര വനവിഭവങ്ങൾ ശേഖരിക്കുന്നവർ അല്ലെങ്കിൽ വിൽപ്പനക്കാർ, ഗവേഷകർ, അധ്യാപകർ, സാമൂഹിക പ്രവർത്തകർ, BMC പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ള സംഘടനകളിലെ വ്യക്തികൾ തുടങ്ങിയവർ അംഗങ്ങളും. പരിസ്ഥിതി വകുപ്പിൻ്റെ 13/5/2013 സർക്കാർ ഉത്തരവ് അച്ചടി നമ്പർ 4/13 ഉത്തരവ് അനുസരിച്ച് ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ വർത്തിക്കേണ്ടത് പ്രാദേശിക പരിസ്ഥിതി കാവൽ സംഘങ്ങളായി. VK ശ്രീധരൻ തുടരുന്നു. ജൈവ വൈവിധ്യ പൈതൃക സ്ഥാനങ്ങൾ കണ്ടെത്തുകയും പരിപാലിക്കുകയും ചെയ്യുക. കാർഷിക ഇനങ്ങൾ, വിളകൾ, സൂക്ഷ്മജീവികൾ, സസ്യ ജന്തുജാലങ്ങൾ, ആവാസ വ്യൂഹങ്ങൾ എന്നിവ കാത്തുരക്ഷിക്കുക തുടങ്ങിയവ BMCകളുടെ കടമ. 13/10/2025 സർക്കാർ ഉത്തരവ് കൈ 3/2025 എന്ന പരിസ്ഥിതി വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം തദ്ദേശീയമായി സംരക്ഷിക്കേണ്ട ജനുസുകളെ ജില്ലയുടെ പ്രത്യേക ജനുസായി പ്രഖ്യാപിക്കാം. കന്നുകാലികൾ അടക്കമുള്ള പരമ്പരാഗത നാടൻ വളർത്തിനങ്ങളുടെ സംരക്ഷണവും പാരമ്പര്യ അറിവുകളുടെ ക്രോഡീകരണവും പ്രചാരണവും പ്രാദേശിക ജൈവ വൈവിധ്യ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കലും BMCകളുടെ ഉത്തരവാദിത്വം. വാനത്തിൻ്റെ വ്യാപ്തിയും അവനിയുടെ ആഴവുമൊക്കെ അനുഭവവേദ്യമാകുന്നത് ജൈവ വൈവിധ്യം അറിയുന്നതിലൂടെ. വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് ജൈവ വിഭവങ്ങൾ ശേഖരിക്കുന്നവരിൽ നിന്നും ശേഖരണ ഫീസ്
അതായത് ലെവി ഈടാക്കുകയും ബന്ധപ്പെട്ടവർക്ക് നീതിയുക്തമായി നൽകുകയും ചെയ്യേണ്ടതാണ്. ജൈവ വിഭവങ്ങളിലെ മേലുള്ള പ്രാദേശിക ജനതയുടെ അവകാശങ്ങൾ പരിഗണിക്കാം. അതിനായി പ്രയോജനപ്പെടുത്താവുന്നത് ഗവേഷണ സ്ഥാപനങ്ങളിലെ ABS, അതായത് ആക്സസ് ബെനഫിറ്റ് ഷെയറിംഗ് സെല്ലിൻ്റെ സേവനം, ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ അതായത് PBR കാലാനുസൃതമായി പുതുക്കേണ്ടതും BMCയുടെ ചുമതല. ഇതിനായി ഫീൽഡ് പഠനത്തിലൂടെ വാർഡ് തലത്തിൽ ജൈവ വൈവിധ്യം പരിശോധിക്കുക, മുതിർന്ന പൗരന്മാർ, കർഷകർ, വൈദ്യന്മാർ എന്നിവരുമായുള്ള അഭിമുഖത്തിലൂടെ വിവരശേഖരണം നടത്തുക, പുതിയ ഇനം സസ്യങ്ങൾ, ജന്തുക്കൾ, നാടൻ അറിവുകൾ എന്നിവ രേഖപ്പെടുത്തുക. പഞ്ചായത്ത് തലത്തിൽ കാവുകളുടെ സംരക്ഷണം, കിണർ റീചാർജിംഗ്, നാടൻ മാവ് അല്ലെങ്കിൽ നാടൻ പ്ലാവ് ഗ്രാമങ്ങൾ, ബ്ലോക്ക് തലത്തിൽ നീർത്തട വികസന പദ്ധതികൾ, ജൈവ വൈവിധ്യ പാർക്കുകൾ, ജില്ലാതലത്തിൽ നദീതട സംരക്ഷണം, ഡിസ്ട്രിക്റ്റ് ക്ലൈമറ്റ് ആക്ഷൻ പ്ലാനുമായി സംയോജിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ, സംസ്ഥാന ദേശീയ തലത്തിൽ സംരക്ഷിത വനമേഖലകളുടെ പരിപാലനം, വിത്തുബാങ്കുകൾ സ്ഥാപിക്കൽ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം. ഇന്ത്യയിലുള്ളത് 300-ലധികം വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങൾ. അതുകൊണ്ട് ആവിഷ്കരിക്കേണ്ടത് ചിട്ടയായ കർമ്മ പരിപാടികൾ. വനവൽക്കരണം, തണ്ണീർത്തട സംരക്ഷണം, അധിനിവേശ സസ്യങ്ങൾ, ഉദാഹരണത്തിന് മഞ്ഞക്കൊന്ന പോലുള്ളവ നീക്കം ചെയ്യുക, മാലിന്യ സംസ്കരണം, രാസ കീടനാശിനികളുടെ നിയന്ത്രണം, കാർബൺ ന്യൂട്രൽ അതായത് നെറ്റ് സീറോ പദ്ധതികൾ, ജൈവവേലി നിർമ്മാണം മുതലായവ. ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തം. പുതിയ തലമുറയെ ഇതിൽ പങ്കാളികളാക്കുമ്പോൾ മാത്രമേ തദ്ദേശീയമായ പ്രവർത്തികൾ എന്ന ലക്ഷ്യം കൈവരിക്കാനാകൂ. നാളെയുടെ ആവശ്യം പ്രകൃതിയുമായി ഇണങ്ങിയുള്ള വികസനം. പുരോഗതിയിലേക്ക് പദമൂന്നാൻ പൗര സമൂഹത്തിന് തണലാകുന്നത് പരിസ്ഥിതിയുടെ പരിപാലനവും പരിലാളനയും. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് VK ശ്രീധരൻ. സ്വാഭാവിക വനസംരക്ഷകനുള്ള ദേശീയ പുരസ്കാര ജേതാവാണ് പ്രഭാഷകൻ. നിർവഹണം നിർമ്മൽ മയ്യഴി.